അങ്ങനെ മറ്റൊരു വക്കീൽ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്ത വന്നു. ആ ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിയപ്പം വളരെ കൂടുതൽ കേസുള്ള ഒരു വക്കീൽ ഓഫീസുണ്ട്. അതായത് വളരെ വലിയ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീൽ ഓഫീസുണ്ട്. അത് അഡ്വക്കേറ്റ് ഡേവിഡ് കോശി, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ കോശി ചേട്ടന് ഞാനുമായിട്ട് വളരെ അടുപ്പമാണ്, ഇപ്പോഴും ഉണ്ട്. ഈ അടുത്ത സമയം വരെയും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമയം കിട്ടുകയില്ല. കാരണം എല്ലാ കോടതിയിലേക്കും പോയി തീരാൻ പറ്റുകയില്ല. ജൂനിയേഴ്സ് വളരെ കുറവാണ്. ഒരു ജൂനിയറുണ്ട്, അതൊരു വലിയ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് വഴി അദ്ദേഹത്തിനെ ഒന്ന് സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ചെയ്യാം, പേയ്മെൻറ്റ് കൊടുക്കാം, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് പേയ്മെൻറ്റിന് ഞാനൊരു വക്കീൽ ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ജയരാം വക്കീലിൻ്റെ അടുത്തു നിന്നും അതേപോലെ തന്നെ സുധൻ ചേട്ടൻ്റെ അടുത്തും ഒക്കെ പോകുന്നതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. വളരെ സങ്കടപ്പെട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും. കാരണം അത് എനിക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് തന്നെ. പിന്നെ മാത്രമല്ല, എനിക്ക് അതായത് വൺസ് എ ജൂനിയർ ആൾവേസ് എ ജൂനിയർ ആൻഡ് നത്തിങ് ബട്ട് എ ജൂനിയർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. അതായത് ഒരു ജൂനിയറായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നും അയാൾ ജൂനിയർ ആയിരിക്കും, ജൂനിയർ അല്ലാതെ ഒന്നും ആവത്തില്ല. വൺസ് എ ജൂനിയർ ആൾവേസ് എ ജൂനിയർ നത്തിങ് ബട്ട് എ ജൂനിയർ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ ഓർമ്മയുള്ളതുകൊണ്ട് എനിക്ക് ഈ ജൂനിയർ എന്നുള്ളത് പദവി മതി. എനിക്ക് ഒരു പാർട്ട്ണർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ മറ്റേ വക്കീൽ ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. വ്യത്യാസങ്ങളെന്ന് പറയുന്നത്, കേസ് നടത്താനൊക്കെ സ്വതന്ത്രമായിട്ട് വലിയ മാറ്റേഴ്സ് നടത്താനുള്ള ഒരു സാഹചര്യം എനിക്ക് വന്നു കിട്ടി. വലിയ കേസുകൾ, അതായത് അന്ന് ഇപ്പോൾ എൻ്റെ പ്രായത്തിലൊന്നും ചിന്തിക്കാൻ പറ്റാത്ത മാറ്റേഴ്സാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഡ്രാഫ്റ്റ് ചെയ്യാൻ അതായത് ഈ അന്യായവും അതുപോലെ തന്നെ പത്രികയൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യണം. ആ ഡ്രാഫ്റ്റിങ് മുഴുവൻ എന്നെ പഠിപ്പിച്ചത് സുധൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അന്ന് സുധൻ ചേട്ടൻ അന്യായം എഴുതുകയുള്ളൂ, അതിൻ്റെ IA മുഴുവൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഞാനാണ്. IA എന്ന് പറയുമ്പോൾ ഇൻ്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ, അതിനകത്ത് സത്യവാങ്മൂലം വേണം, അതിൻ്റെ ഒരു പെറ്റീഷനും വേണം. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ച് ഞാനത് മുഴുവൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ നല്ലതായിട്ട് പഠിച്ചിരുന്നു. അതുകൊണ്ട് ഈ പുതിയ വക്കീൽ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വലിയ ബാങ്കിൻ്റെയൊക്കെ, ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ കോടിക്കണക്കിന് രൂപ സ്ഥലമുള്ള കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അന്യായങ്ങൾ ഒക്കെ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് ആ അന്യായമൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ആ കഴിവുണ്ടായിരുന്നു കേട്ടോ. അത് ആ രീതിയിൽ ഞാൻ ആ വക്കീൽ ഓഫീസിൽ അവിടെ തുടങ്ങുകയാണ്. ഞാൻ ആ വക്കീൽ ഓഫീസിൽ ഇതേപോലെ ഞാൻ ജോലി ചെയ്തു. ഇൻഡിപെൻഡൻ്റായിട്ട് കേസുകൾ വിസ്തരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത്. സുഗതൻ ചേട്ടനെതിരെ സുഗതൻ ചേട്ടൻ മറുഭാഗത്ത് വരുമ്പോൾ ഉള്ള കേസുകൾ അദ്ദേഹം തന്നെ പോയി പറഞ്ഞോണം, അത് ഞാൻ പറയുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ അതേപോലെ ആ വക്കീൽ ഓഫീസിൽ ഇരുന്ന് ധാരാളം കേസുകൾ ഞാൻ വാദിക്കാനിടയായി, ഒരുപാട് കേസുകൾ. അങ്ങനെ ആ കേസുകളൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന സമയത്താണ് അവിടെ പ്രഗത്ഭരായ വലിയ ജഡ്ജിമാരൊക്കെ കൊല്ലത്തിരുന്നിട്ടുള്ളതാണ്. അന്ന് ആദ്യമൊക്കെ ഞാൻ അന്ന് ജില്ലാ കോടതി 1 പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്നെ വിജയരാം സാറ് എന്നെ വിട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഇരുന്നിട്ട് ഞാൻ കേസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ ഒരു കോടതിയാണ് അത്. വളരെ വല്ലാത്തൊരു അനുഭവമാണ് അവിടെ നിൽക്കുന്നത്. കാരണം സീനിയേഴ്സൊക്കെ മുമ്പിലിരിക്കും, അവരാണ്. ജൂനിയേഴ്സൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് മാറിയിരിക്കും. ഏറ്റവും ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലാണ്. അവിടെ ഏറ്റവും ബാക്കിൽ, അവിടുന്ന് അങ്ങ് അടുത്ത് പോയി നിൽക്കത്തൊന്നുമില്ല, അവിടെ നിന്നുകൊണ്ട് വേണം ഇത് പറയാൻ. നല്ലതായിട്ട് ഞാനൊരു കേസ് അങ്ങനെ വിജയരാം സാറ് എന്നെ ഏർപ്പെടുത്തിയത് ഞാനന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ പുതിയ വക്കീൽ ഓഫീസറുള്ളപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ലേബർ കേസുകളുണ്ടെന്ന്. ഞാൻ ലേബർ ലോ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കോടതി പഠിച്ചതല്ല, ഞാൻ ടാക്സേഷനാണ് പഠിച്ചത്. പക്ഷേ ടാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ലേബർ എന്ന് പറയുന്നത് എനിക്ക്
വളരെ കാരണം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, മുതലാളിമാരുടെ പ്രശ്നം, ഇതൊക്കെ ഉള്ളപ്പോൾ എനിക്കത് വളരെ ഞാനതിൽ ആകർഷണമായിട്ടുണ്ട്. അങ്ങനെ ലേബർ കോടതിയിൽ ഞാൻ ലേബർ ലോസ് മുഴുവൻ നോക്കാനിടയായി. അത് അവിടെ ആ വക്കീൽ ഓഫീസ് പോയതുകൊണ്ടുള്ള ഒരു ഗുണമാണ്. അദ്ദേഹത്തിന് ഒരുപാട് ലേബർ കേസുകളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന് ധാരാളം കേസുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ലേബർ കോടതിയിൽ അന്നിപ്പോൾ എനിക്ക് ശേഷം വന്ന ഒരു ജൂനിയർ, അയാൾ എൻ്റെ ജൂനിയറായിട്ടാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ അയാൾ ഒരു ദിവസം വന്ന്, ഞാൻ ലേബർ കോടതി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കമാൽ സാറിനെ അവിടെ വിളിക്കുന്നത് ജില്ലാ 1. അപ്പോൾ ജില്ലാ 1 ജഡ്ജി ഇല്ലായിരുന്നു. അദ്ദേഹം അവിടെ ടേം കഴിഞ്ഞ് പോയിട്ട് പിന്നെ പുതിയ അപ്പോയിൻമെൻ്റ് ആയില്ലായിരുന്നു. പിന്നെ ആരാ ജില്ലാ ജഡ്ജിയായിട്ട് ഇപ്പം വന്നേക്കുന്നത്? അത് ജില്ലാ ജഡ്ജി വന്നു, പുതിയ ജില്ലാ ജഡ്ജി വന്നു. അവിടെ ഒരു കേസ് അന്ന് ഇരിപ്പുണ്ട്. അപ്പം ജഡ്ജി ഇല്ലാത്തതുകൊണ്ട് ആ കേസ് മാറും. അല്ലെങ്കിൽ തന്നെ ജഡ്ജി വന്ന് ചാർജ് എടുത്താലും ആദ്യത്തെ ദിവസം പലരും അത് കേൾക്കാറില്ല. ഒരു സിവിൽ അപ്പീലാണ് അത് ഉണ്ട്. അത് എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പണ്ടൊരിക്കൽ ഒന്ന് നോക്കിയിട്ടുള്ളതല്ലാതെ ഞാനത് പഠിച്ചിട്ടുമില്ല. നന്നായിട്ട് പഠിക്കാതെ ഞാനത് ആർഗ്യൂ ചെയ്യാറില്ല. അപ്പോൾ പറഞ്ഞു കോടതി അദ്ദേഹം വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ലേബർ കോടതി ജഡ്ജി എടുത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി. ജില്ലാ 1 ചെന്നപ്പോൾ നമ്മുടെ ജസ്റ്റിസ് KT തോമസ് അദ്ദേഹമാണ് അവിടെ അന്ന് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് വന്നേക്കുന്ന ആൾ. അപ്പം മറ്റ് 2 കോടതികളിലൊക്കെ ഞാൻ ഒരുപാട് കേസുകളൊക്കെ നടത്തിയിട്ടുണ്ട്. മനോഹരൻ സാറ് അദ്ദേഹമാണ് അഡീഷണൽ ജില്ലാ ജഡ്ജി. അതുപോലെ മറ്റൊരു അഡീഷണൽ ജില്ലാ ജഡ്ജി പിന്നെ വിജയൻ സാറാണ്, AR വിജയൻ. അപ്പോൾ ഇവർ 2 പേരുടെ അടുത്തുമൊക്കെ ഞാൻ ഓരോ മാറ്ററൊക്കെ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്കൊരു പരിചയമില്ല, ഒന്നും ആദ്യമായിട്ട് കാണുകയാണ്. ഓ യു ആർ കമാൽ പാഷ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു. ഞാൻ വളരെ ചെറുതാണ്, എന്നെ കാണാൻ പോലും ഇല്ല. അദ്ദേഹം ഈ കമാൽ പാഷ എന്ന് കേട്ടപ്പോൾ ഏതാണ്ട് വലിയ ആളാന്ന് ഒരു ധരിച്ചിട്ടുണ്ട്. നോക്കിയപ്പം ഒരു ചെറിയ പയ്യൻ വന്നിരിക്കുകയാണ്. ഓ സോ യു ആർഗ്യൂ ദ അപ്പീൽ? ഞാൻ പറഞ്ഞു യുവർ ലോഡ്ഷിപ്പ്, ഞാൻ അന്ന് യുവർ ഓണറിനെ വിളിക്കുമല്ലോ, യുവർ ലോഡ്ഷിപ്പ് എന്ന് വിളിക്കാറില്ല, ഹൈക്കോടതി ജഡ്ജി മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. ഐ കുഡ് നോട്ട് ഗോ ത്രൂ ദ ഫയൽ യുവർ ഓണർ എന്ന് പറഞ്ഞു. നോ 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 യുവർ അപ്പീൽ സ്റ്റാൻഡ്സ് പോസ്റ്റഡ് ടുഡേ. നിങ്ങളുടെ അപ്പീൽ ഇന്നാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്, യു ലാറ്റ് ടു ആർഗ്യൂ. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ ഐ വിൽ ഡു വൺ തിങ്, ഐ വിൽ ടേക്ക് ഇറ്റ് ആഫ്റ്റർ ലഞ്ച്. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം എടുക്കാം, ദെൻ യു ലെറ്റ് കം ആൻഡ് ആർഗ്യൂ എന്ന് പറഞ്ഞു. ഒരു മാർഗവുമില്ല, പിന്നെന്താ, ഒരു 2 മണിക്കൂർ കിട്ടും. ഈ 2 മണിക്കൂർ ഞാൻ പെട്ടെന്ന് വന്ന് ഈ 2 മണിക്കൂർ കൊണ്ട് അവിടെ ലൈബ്രറിയിൽ വന്ന്, കോടതി ലൈബ്രറിയിൽ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ ഈ കേസ് പഠിക്കുകയാണ്. പഠിച്ചപ്പോൾ അതായത് ഒരു പ്രത്യേകത, നിയമത്തിലൊരു പ്രത്യേകതയുള്ള ഒരു പ്രൊവിഷനാണ്. അതെനിക്ക് പണ്ട് പഠിക്കാനുള്ള ഇട വന്നിട്ടുണ്ട്. മറ്റൊരു കേസിൽ, സബ് കോടതിയിലെ ഒരു കേസിൽ എനിക്കതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനിട വന്നു. ഞാനത് കേസ് ജയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ കേസ് അതായത് ബെനാമി ട്രാൻസാക്ഷനെ സംബന്ധിക്കുന്ന ഒരു മാറ്ററാണ്. സെക്ഷൻ 82 ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 82 അത് റിപ്പീൽ ചെയ്തു പോയി. അപ്പോൾ ബെനാമി ട്രാൻസാക്ഷൻ്റെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മാറ്ററാണ് അതൊക്കെ ഞാൻ അതുകൊണ്ട് ഒരു ഹൂ ഈസ് എ നെയിം ലെൻഡർ എന്നൊക്കെ ഉള്ള ഒരു ആർഗ്യുമെൻ്റാണ് അതിനകത്ത് വേണ്ടത്. അപ്പോൾ അതിനകത്ത് മാത്രമല്ല ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അതിൻ്റെ നോമൻക്ലേച്ചറിൽ പറഞ്ഞേക്കുന്നത് അതൊരു ദാനം എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ അതിനകത്ത് വില്ലിൻ്റെ പ്രൊവിഷൻസാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അത് എല്ലാം നോക്കിയതിന് ശേഷം എനിക്ക് വളരെ വീക്കായിട്ടുള്ളൊരു കേസ് അത് കേട്ടോ, വളരെ വീക്കായിട്ടുള്ളൊരു മാറ്ററാണ്. എതിര് ഭാഗം അപ്പിയർ ചെയ്തത് അന്ന് എൻ്റെ പിന്നെ വളരെ അടുപ്പം ഉണ്ടായിരുന്ന പുനലൂർ തങ്കപ്പിള്ള സാർ എന്ന് പറയും. പുനലൂർ തങ്കപ്പിള്ള ചേട്ടൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. തങ്കപ്പിള്ള ചേട്ടനാണ് അതിൻ്റെ എതിർഭാഗം ആർഗ്യുന്നത്. അദ്ദേഹം നല്ല പ്രഗത്ഭനായ വക്കീലാണ്, സിവിൽ ലോയറായിരുന്നു. ഞാനിത് ഏതായാലും പഠിച്ചു കൊണ്ടുപോയിട്ട് കേസ് എനിക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഞാനിത് നല്ല അതായിട്ട് അങ്ങ് ആർഗ്യൂ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂറോളം ഞാൻ ഫാക്സും ഒക്കെ ആർഗ്യൂ ചെയ്തു. ഇതിലെ ഈ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉള്ളത് എല്ലാം ഇതൊക്കെ അങ്ങ് ആർഗ്യൂ ചെയ്ത് അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ടിട്ട് പറഞ്ഞു. അപ്പോൾ എതിർഭാഗം
ആർഗ്യ ചെയ്ത് അനങ്ങാതിരുന്നിട്ട് അദ്ദേഹം അനങ്ങാതെ കുറച്ച് ആർഗ്യ ചെയ്താൽ മതി, അത് അവർക്ക് നല്ല കേസാണ്. അത് കഴിഞ്ഞപ്പോൾ തോമസ് സാർ പറഞ്ഞ വാചകമാണ് വളരെ നല്ല കാര്യം. സി മിസ്റ്റർ കമാൽ പാഷ, ദിസ് ഇസ് നോട്ട് എ ഗുഡ് കേസ് ഫോർ യു. നിങ്ങൾക്ക് നല്ലൊരു കേസല്ലത്. ഐ വിൽ ഡിസ്മിസ് യുവർ അപ്പീൽ. കേട്ടോ, ഞാൻ അപ്പീൽ അങ്ങ് തള്ളും, ബട്ട് വിത്തൗട്ട് കോസ്റ്റ് എന്ന്. അതായത് കോടതി ചെലവ് വേണ്ട. ഈ രീതി പറഞ്ഞ ഒരു ജഡ്ജിയാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമാണ്. ഇന്നും അന്ന് മുതലുള്ള ആ ബന്ധമുണ്ടല്ലോ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ജഡ്ജ് ഗുരു ആയിട്ട്, ഗുരുസ്ഥാനത്തുള്ള ജഡ്ജിയായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെയാണ്. ആ കൊല്ലത്ത് കണ്ടത് മുതൽ അദ്ദേഹത്തിന് എന്നെ അന്ന് മുതൽ ഇന്ന് വരെയും അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ടവനാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും അത്രത്തോളമുള്ള അടുത്ത ബന്ധമുണ്ട് ഞങ്ങളുടെ തമ്മിൽ. അദ്ദേഹത്തിന് അന്ന് മുതൽ ആ ബന്ധം അതുപോലെ നിലനിൽക്കുകയാണ്. അദ്ദേഹം മറക്കുകയില്ല ആരെയും, കേട്ടോ. കാരണം അത് കഴിഞ്ഞ് കൊല്ലത്തുനിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ജില്ലാ ജഡ്ജിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് തിരുവനന്തപുരത്ത് ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ഏതാണ്ട് ജില്ലാ ജഡ്ജിയായിട്ട് 8 വർഷത്തോളം സർവീസ് മാത്രമായപ്പോൾ തന്നെ എലിവേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ വന്ന് ഹൈക്കോടതി ജഡ്ജിയായ ആളാണ്.